Intermittent ഫാസ്റ്റിങ്ങിന് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ആരൊക്കെയാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യേണ്ടത്? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. പിത്തസഞ്ചിയിൽ കല്ലുള്ളവർക്ക്, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക്, പ്രമേഹമുള്ളവർക്ക്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക്, ഇൻസുലിൻ ഇഞ്ചക്ഷൻ വെക്കുന്നവർ, ഇവർക്കൊക്കെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കണ്ടുപിടിക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് തീരെ ചെയ്യാൻ പാടില്ലാത്തത് ആർക്കൊക്കെയാണെന്ന് പറയാം. അതായത് നിങ്ങൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇനി പറയാൻ പോകുന്ന ആൾക്കാർ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യരുത്. അതിലാദ്യം പറയാനുള്ളത് കുട്ടികളുടെ കാര്യമാണ്. നിങ്ങളുടെ കുട്ടിക്ക് 18 വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ വേണ്ടത് കൂടുതൽ ഗ്രോത്തും ഡെവലപ്മെൻറ്റുമാണ്. അതിനുവേണ്ടി നമ്മൾ കാലറീസ് റെസ്ട്രിക്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 8 മണിക്കൂർ മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആ കാര്യം ശരിയാവില്ല. കുട്ടികൾ അത് ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു സമയത്താണ് മാക്സിമം ഗ്രോത്തും ഡെവലപ്മെൻറ്റും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസും കിട്ടണം. മൈക്രോ ന്യൂട്രിയൻസ് കിട്ടണം, വൈറ്റമിൻസ് കിട്ടണം, മാക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും പ്രോട്ടീൻസും ഒക്കെ നല്ല രീതിയിൽ അവരുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കണം. ഇത്രയും ഗ്രോത്ത് നടക്കുന്ന സമയത്ത് ഭക്ഷണം ഒരു ദിവസം ഇന്ന സമയത്ത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് പറ്റുന്ന കാര്യമല്ല. കുട്ടികൾക്ക് ഒരിക്കലും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പാടുള്ളതല്ല. ഇനി ഈ പറയുന്ന കുട്ടികൾ ഓവർ വെയ്റ്റ് ആണെങ്കിലും അവർക്ക് പൊണ്ണത്തടി ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വെയിറ്റ് ലോസിന് വേണ്ടി ചെയ്യിപ്പിക്കരുത്. അതിന് പകരം അവരുടെ ഡയറ്റ് ഒന്ന് ചെറുതായിട്ട് മാറ്റുകയാണ് വേണ്ടത്. അവർ കൂടുതൽ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നുണ്ടാവും, ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ടാവും, ജ്യൂസസ് കുടിക്കുന്നുണ്ടാവും, ഫാസ്റ്റ് ഫുഡും ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ഫുഡും പാക്കറ്റിൽ കിട്ടുന്ന ഫുഡും ആയിരിക്കും അവർ കൂടുതൽ കഴിക്കുന്നത്. ഇത്തരത്തിലുള്ള ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ തന്നെ അവരുടെ ബോഡി വെയിറ്റ് കുറഞ്ഞോളും. അതിനുവേണ്ടി ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അല്ല ട്രൈ ചെയ്യേണ്ടത്. രണ്ടാമത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്യാൻ പാടില്ലാത്തവർ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളും അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാരാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ബ്ലഡിലുള്ള കീറ്റോൺ ബോഡീസിൻ്റെ അളവ് കൂടി വരും, ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഗ്ലൂക്കോസിൻ്റെ അളവാണ് കൂടി വരുന്നത്. പ്രഗ്നൻസി ടൈം ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ടൈം ആണെന്നുണ്ടെങ്കിലും വളർന്നു വരുന്ന കുട്ടിക്ക് ഗ്ലൂക്കോസ് അത്യാവശ്യമാണ്. കാരണം പല തരത്തിലുള്ള ഓർഗൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. കുട്ടീൻ്റെ മാക്സിമം വളർച്ച നടക്കുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഗ്ലൂക്കോസ് റെസ്ട്രിക്റ്റ് ചെയ്യുകയല്ല വേണ്ടത്. പോരാത്തതിന് മറ്റൊരു സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് പ്രഗ്നൻസി ടൈമിൽ ഉയർന്നു പോകുന്ന കീറ്റോൺ ബോഡീസിൻ്റെ അളവ് മെറ്റേണലും ചൈൽഡ് ഹെൽത്തിനും നല്ലതല്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡാറ്റ അവൈലബിൾ അല്ല. ഇത്രയും കാരണങ്ങൾ മാത്രം മതിയാവും പ്രഗ്നൻസി ടൈമിലും ബ്രസ്റ്റ് ഫീഡിങ് സമയത്തും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്യാതിരിക്കാൻ. മൂന്നാമതായി പറയാനുള്ളത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരെ കുറിച്ചാണ്. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് പലതരത്തിലുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കൂടുതലാണോ, സാധാരണ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് തന്നെ വെയിറ്റ് വല്ലാതെ കൂടിപ്പോവോ അല്ലെങ്കിൽ വെയിറ്റ് വല്ലാതെ കുറഞ്ഞു പോവോ, ഇത്തരത്തിൽ പലതരത്തിലുള്ള ചിന്തകളും ഭക്ഷണത്തിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത്തരത്തിലുള്ള കണ്ടീഷൻസിനൊക്കെയാണ് നമ്മൾ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. പല തരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്. ബുളിമിയ നെർവോസ ഉണ്ട്, ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്, അമിതവണ്ണം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം വായിൽ വിരലിട്ട് ഛർദ്ദിക്കുക, ഇത്തരത്തിൽ പലതരത്തിലുള്ള ശീലങ്ങളുള്ള ആൾക്കാരെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഇങ്ങനത്തെ എന്തെങ്കിലും ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടെങ്കിലും നിങ്ങളും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റിയ കാര്യമല്ല ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. ഈറ്റിംഗ് ഡിസോർഡേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ലൈക്ക് ബട്ടണിന് താഴെ കാണാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തവരെ കുറിച്ചാണ്. ഇനി പറയാൻ പോകുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആൾക്കാരെ കുറിച്ചാണ്. അതിലാദ്യം പറയാനുള്ളത് 70 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ളവരുടെ കാര്യമാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ബോഡിയിലുള്ള മസിൽ മാസ് കുറയുന്നു എന്നുള്ള കാര്യം അറിയാം. ഇതിനെ നമ്മൾ സാർക്കോപീനിയ എന്നാണ് പറയാറ്. ഇതൊരു നാച്ചുറൽ ഏജിങ് പ്രോസസ്സാണ്. നമുക്കത് തടയാൻ പറ്റില്ല. പക്ഷേ അതിന് പകരം നമുക്ക് കൂടുതൽ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസസ് ചെയ്യാം. പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മസിൽ വേസ്റ്റിങ്ങിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതൊരു മുതിർന്ന ആൾക്കും, അത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നോർമൽ എന്ന് പറയുന്നത് 18.5-ൻ്റെയും 24.9-ൻ്റെയും ഇടയിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. 25-ൻ്റെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഓവർ വെയ്റ്റ് ആണ്, 30-ൻ്റെ മുകളിലേക്കാണെങ്കിൽ ഒബീസിറ്റിയാണ്. പക്ഷേ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് തടിച്ചിട്ടിരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. അതായത് അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് ഏകദേശം 27-ൻ്റെ റേഞ്ചിൽ നിലനിർത്തുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലോറി റെസ്ട്രിക്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് 25-ൻ്റെ താഴെ പോയി നിൽക്കുകയാണ് ചെയ്യുന്നത്. 70 വയസ്സിൻ്റെ മുകളിലേക്ക് പ്രായമുള്ളവർക്ക് 23-ൻ്റെ താഴേക്ക് ബോഡി മാസ് ഇൻഡെക്സ് പോവാതെ നോക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും 70 വയസ്സിന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം.
പക്ഷേ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനും കൂടി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടോ, നിങ്ങളുടെ ഡയറ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള പ്രശ്നം ഡീഹൈഡ്രേഷൻ ആണ്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് വെയിറ്റ് ലോസ് ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഓൾറെഡി അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളവർ, വെയിറ്റ് കുറവുള്ളവർ, മാൽനറിഷ്ഡ് ആയിട്ടുള്ളവർ, വെയിറ്റ് കൂട്ടാൻ ശ്രമിക്കുന്നവർ, അത്തരത്തിലുള്ള ആൾക്കാരൊന്നും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാത്തതാണ് നല്ലത്. ഇനി ഡീഹൈഡ്രേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദിവസത്തിൽ ഇത്ര സമയം മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ, ബാക്കി സമയം ഫാസ്റ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാം, പക്ഷേ ജ്യൂസസോ പാലോ ചായ കോഫി ഇങ്ങനത്തതൊന്നും കുടിക്കാൻ പാടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ബെവറേജസ് മാറ്റി നിർത്തുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ടും ഫാസ്റ്റിംഗ് ചെയ്യുന്ന അധികം ആൾക്കാർ വെള്ളം കുടിക്കുന്നതും മറന്നുപോകും. വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു പോയി കഴിഞ്ഞാലാണ് ഡീഹൈഡ്രേഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് തണുപ്പുള്ള കാലാവസ്ഥയിലോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള കാലാവസ്ഥയിലൊക്കെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളം മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും വെള്ളം അടങ്ങിയിട്ടുണ്ട്. അപ്പം ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവും കുറയാണ്. അങ്ങനെയും ഡീഹൈഡ്രേഷൻ വരാം. ഇനി പറയാനുള്ളത് അസിഡിറ്റിനെ കുറിച്ചാണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരും ട്രൈ ചെയ്യുന്നത് 14 മണിക്കൂർ മുതൽ 16 അല്ലെങ്കിൽ 18 മണിക്കൂറൊക്കെ ഒരു ദിവസം ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും സമയം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് അധികം ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അസിഡിറ്റി ഉണ്ടാവില്ലേ, ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവില്ലേ, അതായത് ആസിഡ് സ്റ്റൊമക്കിൽ ഫോം ചെയ്തതിന് ശേഷം ഭക്ഷണം കൃത്യമായിട്ട് സമയത്ത് വയറിലെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ആസിഡ് റിഫ്ലക്സ് ആയി മുകളിലേക്ക് കയറി വരില്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചും പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഇതിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ആസിഡ് റിഫ്ലക്സ് ഉള്ള ആൾക്കാർക്ക്, ഓൾറെഡി ഗ്യാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് ഉള്ളവർക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അവർ ഓൾറെഡി മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ ടൈമിംഗ് മാറ്റേണ്ടി വരും, ആ മരുന്നിൻ്റെ കാറ്റഗറി അത് മാറ്റേണ്ടി വരും, മരുന്നിൻ്റെ ഡോസ് മാറ്റേണ്ടി വരും. നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് ഗ്യാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ യാതൊരു ഡാറ്റയും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതായത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അസിഡിറ്റി കൂടുതലായി അവർക്ക് വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഹാർട്ട് ബേൺസോ നെഞ്ചരിച്ചലോ അങ്ങനെയൊന്നും കണ്ടുവന്നിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ പ്രമേഹമോ ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്കൊക്കെ സ്ഥിരമായി എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണ്. ഇത്തരത്തിൽ ഡെയിലി മെഡിസിൻസ് കഴിക്കുന്നവരും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷെ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഡോക്ടറെ ഒന്ന് കാണണം. ഡോക്ടറുമായിട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാവും. പ്രത്യേകിച്ചും പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരും ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് എടുക്കുന്നവരും. അപ്പോൾ അവർക്ക് മരുന്നിൻ്റെ ഡോസ് മാറ്റേണ്ടി വരും, ഇൻസുലിൻ ഇഞ്ചക്ഷൻ്റെ ടൈമിംഗ് മാറ്റേണ്ടി വരും. ഹാർട്ട് ഫെയിലിയർ പോലത്തെ കണ്ടീഷൻസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാത്തതാണ് നല്ലത്. കാരണം അവർക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബ്ലഡിലുള്ള ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവ്, സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം ഇതിൻ്റെയൊക്കെ അളവ് വല്ലാതെ താറുമാറാവാം, ആ ബാലൻസ് നഷ്ടപ്പെടാം. ഡയൂററ്റിക് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ കഴിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ ഇങ്ങനത്തെ മരുന്നൊക്കെ കഴിക്കുന്നവർ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പേ ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത് തുടങ്ങുന്ന കാര്യം ആലോചിച്ചാൽ മതി. ഇനി നിങ്ങൾ ഓൾറെഡി ഇത്തരത്തിലുള്ള മരുന്നും കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോണിറ്ററിങ്, അതായത് ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ചിൽ നിൽക്കുന്നുണ്ടോ, ഷുഗർ ലെവൽ എങ്ങനെയാണ് കൂടുന്നത് കുറയുന്നത്, HbA1c ലെവൽസ് എങ്ങനെയൊക്കെയാണ്, നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞ സമയത്ത് ഫോളോ അപ്സ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. പുതിയതായിട്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നവരാണ് ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു പ്രശ്നമാണ് സ്റ്റാർവേഷൻ കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത്. ഫാസ്റ്റിംഗ് തുടങ്ങിയതിന് ശേഷം 12 മുതൽ 24 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്താണ് രക്തത്തിലുള്ള കീറ്റോൺ ബോഡീസിൻ്റെ അളവ് മെല്ലെ മെല്ലെ കൂടി വരുന്നത്. ചെറിയ ലെവലിൽ കീറ്റോൺ ബോഡീസ് നമ്മളുടെ രക്തത്തിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്, അതിനെക്കൊണ്ട് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഏജിങ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാൻ, ക്യാൻസർ വരാതിരിക്കാൻ, മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ, പ്രമേഹ രോഗത്തിനും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് എല്ലാത്തിനും നല്ലതാണെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ അതൊക്കെ ഒരു ലോ ലെവലിലുള്ള കീറ്റോൺ ബോഡീസ് ആണെന്നുണ്ടെങ്കിലാണ്. കീറ്റോൺ ബോഡീസിൻ്റെ അളവ് രക്തത്തിൽ വല്ലാതെ കൂടിക്കഴിഞ്ഞാലാണ് സ്റ്റാർവേഷൻ കീറ്റോ ആസിഡോസിസ് ഉണ്ടാകുന്നത്. കീറ്റോൺ ബോഡീസ് എന്ന് പറഞ്ഞാൽ അസിഡിക് ആണ്. അത് രക്തത്തിൽ കൂടുന്നതിനനുസരിച്ച് തന്നെ രക്തത്തിൻ്റെ pH അസിഡിറ്റി കൂടുകയാണ് ചെയ്യുന്നത്, അതായത് രക്തത്തിൻ്റെ pH കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള
തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം, പലതരത്തിലുള്ള മെറ്റബോളിക് പാത്വേസ് അത് ഡിസ്റപ്റ്റ് ചെയ്യാം. നമ്മളുടെ ബോഡി നോർമലി പ്രവർത്തിക്കാൻ ബ്ലഡിൻ്റെ ഒരു pH ഉണ്ട്. ആ pHൽ നിന്നും കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ പലതരത്തിലുള്ള ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും പലതരത്തിലുള്ള ഓർഗൻ ഡാമേജസും നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്യാൻ പോകുന്ന സ്ത്രീകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവുമോ, അവരുടെ മെൻസ്ട്രൽ പീരീഡ്സ് ഇത് വല്ലാതെ എഫക്റ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചും പലതരത്തിലുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഡയറക്റ്റ്ലി സ്ത്രീകളുടെ ഹോർമോൺ ലെവൽ എഫക്റ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള സ്റ്റഡീസൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. അത്തരത്തിലുള്ള കൺക്ലൂസീവ് എവിഡൻസ് നമുക്ക് ഇപ്പോൾ ഇല്ല. പക്ഷേ ചില ആനിമൽ സ്റ്റഡീസിൽ ഇത്തരത്തിലുള്ള റിലേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹെൽത്തിയാണ്, നിങ്ങൾക്ക് മറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഓൾറെഡി PCOD പോലത്തെ കണ്ടീഷൻസിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ചിലപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം, നിങ്ങൾ മെറ്റ്ഫോമിൻ പോലത്തെ മരുന്ന് കഴിക്കുന്നുണ്ടാവാം. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്യുന്നതിൻ്റെ മുമ്പേ ഡോക്ടേഴ്സായിട്ട് തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യണം. ഇനി പറയാനുള്ളത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും ഗോൾ സ്റ്റോൺ ഫോർമേഷനെ കുറിച്ചാണ്. ഗോൾ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന കല്ലുകളാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കുന്ന പല സ്റ്റഡീസും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയം കൂടുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഫ്യൂവൽ സ്വിച്ചിങ് ആണ് നടക്കുന്നത്. അതായത് ഗ്ലൂക്കോസിന് പകരം ഫാറ്റ്സ് ബേൺ ചെയ്ത് തുടങ്ങും. ലിവറിൽ ഈ പറയുന്ന ഫാറ്റ്സ് കൂടുതൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കൊളസ്ട്രോൾ ലിവറിൽ നിന്നും ഗോൾ ബ്ലാഡറിലേക്ക് റിലീസ് ചെയ്യും. ഈ പറയുന്ന ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്തസഞ്ചിയിലാണ് ബൈൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി എന്തിനാണ് ബൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫാറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഫാറ്റിൻ്റെ അംശം കൂടുതലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ബൈൽ വേണം. അപ്പോൾ ഓൾറെഡി ബൈലിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും, ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസിൻ്റെ അളവ് കൂടുതലായിരിക്കും. കൂടുതൽ സമയം ഫാസ്റ്റിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ബൈലിലുള്ള കൊളസ്ട്രോളിൻ്റെ അംശം കൂടുകയാണ് ചെയ്യുന്നത്. അതായത് കൊളസ്ട്രോളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾ ബ്ലാഡറിൽ പുതിയതായി കൊളസ്ട്രോൾ സ്റ്റോൺ ഫോർമേഷന് സാധ്യതയുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഓൾറെഡി ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് പോകാം. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ട്, അത് ചെറിയ സ്റ്റോൺ 2 mm സ്റ്റോൺ ആണെങ്കിൽ പോലും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ സൈസ് മെല്ലെ കൂടി വരാം. പെട്ടെന്നുണ്ടാകുന്ന വെയിറ്റ് ലോസിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കൊളസ്ട്രോൾ ഗോൾ സ്റ്റോൺസ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇനി ഗോൾ ബ്ലാഡറിൽ സ്റ്റോണിൻ്റെ കൂടെ പോളിപ്പും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊരു ഡേഞ്ചറസ് അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരും നിങ്ങളുടെ ഗാസ്ട്രോ എൻട്രോളജിസ്റ്റായിട്ടൊന്ന് ചർച്ച ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ് മാറ്റേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പറ്റില്ല. ഇനി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടേഴ്സായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാരെ കാണാൻ ഹോസ്പിറ്റലിൽ പോയി ബുക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഓൺലൈനായി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഡോക്ടേഴ്സിനെ കാണാനും ചർച്ച ചെയ്യാനും സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഡോഫോഡി പോലത്തെ ഒരു ആപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അവസാനമായി ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വേണോ വേണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കൊണ്ട് പലതരത്തിലുള്ള ബെനിഫിറ്റ്സും ഉണ്ട്. പക്ഷേ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കൊണ്ട് കിട്ടുന്ന അതേ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഇൻസുലിൻ്റെ അളവ് കുറച്ച് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുക, ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്സ് അല്ലെങ്കിൽ കീറ്റോജനിക് ഡയറ്റിലേക്ക് പോകാം, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാം, കൂടുതൽ വെജിറ്റബിൾസ് കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കുക. മൂന്നാമതായി എക്സസൈസ് ചെയ്യുന്നവർക്കും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടി ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് മാത്രമല്ല വഴിയുള്ളത്, മറ്റ് പലതരത്തിലുള്ള വഴികളുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ 4 വഴികളും വേണമെങ്കിൽ കോമ്പിനേഷൻ്റെ രൂപത്തിൽ ഉപയോഗിക്കാം. ഒന്നിൻ്റെ കൂടെ മറ്റൊരു വഴിയും കൂടി ഉപയോഗിക്കാം. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് എക്സസൈസ് ചെയ്യാം, അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ലോ കാർബ് ഡയറ്റിലേക്ക് പോവാം, അതിൻ്റെ കൂടെ ഹെൽത്തി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും കഴിക്കാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പറയുന്ന ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. പക്ഷേ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പുതിയതായിട്ട് ട്രൈ ചെയ്യുന്നതിന് മുമ്പേ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി എനിക്കറിയേണ്ടത്, നിങ്ങൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്ര കാലമായി ചെയ്യുന്നു, എത്ര മണിക്കൂറാണ് നിങ്ങൾ ഒരു ദിവസം ഫാസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നത്, ഓൾട്ടർനേറ്റീവ് ഫാസ്റ്റിംഗ് ആണോ അതോ ആഴ്ചയിൽ 2 ദിവസമാണോ, എന്ത് തരത്തിലുള്ള ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്, ആ കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മളുടെ ചാനലിലെ മറ്റുള്ള വ്യൂവേഴ്സിനും അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ മെമ്പർ ആയാൽ മതി. അതിനുവേണ്ടി ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.